കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, മുറവിളിയില്ലാത്ത കർത്താവേ സ്തോത്രം. അതേ ആ സ്വർഗീയ ഭവനത്തിൽ തന്റെ ആത്മാവ് വിശ്രാമത്തിനായി കർത്താവ് ചേർത്തതിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിനെയും കർത്താവേ സ്തോത്രം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, വേണ്ടപ്പെട്ടവർ, ചർച്ചക്കാർ സകലരെയും കർത്താവേ സകല ബുദ്ധിയേകമെന്ന ദൈവസമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ട മാതാവ് ഞങ്ങൾ കാണിച്ചു തന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ മാതൃകാ ജീവിതം ഞങ്ങൾക്ക് പിൻപറ്റുവാൻ എല്ലാവർക്കും കർത്താവെ കൃപ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് താമസിച്ച ഞങ്ങളുടെ കർത്താവ് വരുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രത്യാശയോടുകൂടെ പ്രിയ മാതാവും ഓട്ടം ഓടി തികച്ച് തന്റെ അവകാശത്തിൽ ചേർത്തതിനായി സ്തോത്രം. കർത്താവെ ഇവിടെ കൂടപ്പെട്ട ഓരോരുത്തർക്കും ആ ജീവനുള്ള പ്രത്യാശയുടെ ഹൃദയത്തെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഭവനത്തിലൂടെ കണ്ട അന്ത്യശുശ്രൂഷ അതിമഹത്കരമാക്കി തീർക്കണമേ. എല്ലാ വിധത്തിലും പുത്രന്റെ നാമത്തെ ഇവിടെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം തിരുകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം ഏറ്റെടുക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.
ഇപ്പോൾ പ്രാർത്ഥനശേഷമായി ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷമായി തിരുവനന്തപുരത്ത് നിന്ന് ചില ആശ്വാസ വചനങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നതായിരിക്കും. വീണ്ടും ഒരു പാട്ട് പാടിയിട്ട് നമ്മെ വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതായ ഈ മാതാവിനെ കുറിച്ച് സാക്ഷ്യങ്ങൾ, അനുശോചനങ്ങൾ പറയാനുള്ള സമയങ്ങളാണ്. ആദ്യമേ കുടുംബത്തിൽപ്പെട്ടവർക്കാണ്, എല്ലാ സഭാവിശ്വാസികൾ, മറ്റേ പാസ്റ്റേഴ്സ്, കൂടുതൽ ശുശ്രൂഷകർ. 11:30 ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും അവസാനിക്കുന്ന താല്പര്യപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രിയ മാതാവിൽ ആരംഭിച്ചതായ നല്ല പ്രവൃത്തി കർത്താവ് ഉപയോഗിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ 78 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അതിനേക്കാൾ ഉപരിയായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനയാകുന്ന മുഴുവൻ സ്നാനം സ്വീകരിപ്പാനും ദൈവം ഭാഗ്യം നൽകിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാഭിഷേകത്താലും ദൈവം നിറച്ചു, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ പാഠത്തിന്റെ ആരംഭത്തിൽ ഒരു വചനമുണ്ട്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ആ സാക്ഷ്യം ഈ മാതാവിൽ 100% ദൈവം നിറവേറ്റി, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ കർത്താവ് നൽകിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ധാരാളമായിട്ട് 3 മക്കളെയും കർത്താവ് നൽകി. അവർക്ക് ശുശ്രൂഷകളൊന്നും ഈ മാതാവിന് വേണ്ടി ഉള്ളതല്ല, കൂടപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. ശുശ്രൂഷയാൽ ഈ മാതാവ് പോയതായ പാതയെ പിൻപറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സത്യവാദയെ പിൻപറ്റി ഡീസിൽ കാണപ്പെടുവാൻ അവരുടെയും ജീവിതത്തിൽ ദൈവയുടെ ആക്കട്ടെ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഇന്നല്ലെങ്കിൽ നാളെ നാമും ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. നമ്മുടെ ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഒരു നല്ല അവസാനം പ്രാപിപ്പാൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അളകൂടാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ പല ഭവനങ്ങളിൽ ആയിരുന്ന ഞങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഈ ദുഃഖാഭവനത്തിൽ കടന്നു വരുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനെ സഹായിക്കാൻ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ, തിരുവഴുത്തിൽ കാണുന്ന പോലെ നല്ല പേർ സൗന്ദര്യത്തെക്കാളും മരണ ദിവസം ജന്മ ദിവസത്തേക്കാൾ ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യനെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ ഹൃദയത്തിൽ കരുതിക്കൊള്ളട്ട് എന്ന വനത്തെ ഓർക്കുന്ന കർത്താവെ, ഈ മാതാവിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി കർത്താവ് ഉദ്ദേശിച്ചതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അറിഞ്ഞ ആശയത്തിന് വേണ്ടി അവസാനം വരെയും നിലനിൽപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ അന്ത്യം പ്രാപിപ്പാൻ മാതാവിന്റെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് സഹായിച്ചതിനാൽ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കും പിതാവ്, മക്കളുടെ മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനത്തിന്റെ ഒരു നല്ല മാതാവായിരുന്ന നിന്റെ കുഞ്ഞുങ്ങളെ നൽകുന്നതിനായി ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ശുശ്രൂഷയാൽ അനേക കർത്താവിനെ പിൻപറ്റുന്നവരായി, കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവരായി കാണപ്പെടുവാൻ സഹായിക്കുന്നതിനായും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവെ, പ്രകൃതി എല്ലാവരും നല്ലമാക്കണമേ. കൊണ്ട് എല്ലാവരെയും കഷ്ടത്തിനുണ്ടായും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവത്തിന് സാന്നിധ്യം ഉണ്ടായിരിക്കും. തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ലഭിച്ചിരിക്കുന്ന പാട്ടുകാരിലെ ഒന്നാമത്തെ പാട്ട്, ലോകേ ഞാനൻ ഓട്ടം തികച്ചു. എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാൽ കാത്തിരുന്ന എന്റെ രാജനെ, ഏറെ നാളായി കാൺമാനാശയാൽ കാത്തിരുന്ന എന്റെ രാജനെ, തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാൽ താതനെന്നെ മാനിക്കുവാനായി, താതനെന്നെ മാനിക്കുവാനായി തരുമോരോരോ ബഹുമാനം. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ ജീവനം ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്ത ദൈവത്തിന് സ്തോത്രം. ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു.
പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് വരളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ആ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ. കൂടാരമായി ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനെല്ലാം അമർത്യമായ ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഇച്ഛിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിലിരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോൾ ഒക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. 4-ാമത്തെ പാട്ട്. പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും നല്ല പോർപ്പൊരുതോ ഓട്ടവും തികച്ചു വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി നല്ല പോർപ്പൊരുതോ ഓട്ടവും തികച്ചു വിശ്വാസത്തെ കാത്തു നിന്നിടുന്നോർക്കായി നീതിൻ കിരീടം
നീതിയുള്ള കർത്തൻ വെളിപ്പെടുന്ന നാളിൽ പ്രതിഫലമായി നൽകും പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും സൂര്യപ്രഭയെ വെല്ലും തേജസ്സോടെ വാഴും എൻ പ്രിയൻ കൂടെ ഞാനും സൂര്യതുല്യനാകും പരമാനന്ദമേ പരത്തിലെന്നുമേ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും ഒത്തുചേർന്നു പാടാൻ എന്നു സാധിച്ചിടും എൻ്റെ പരിചിലേശുവിൻ കൂടെ വസിച്ചിടാമെന്നും പനീറുശാലേ അത്ഭുത